ഡോക്ടർ ജീവനോട് കാർത്തു അനാഥയാണെന്ന് പറഞ്ഞ ആരാ? അയ്യോ, അത് ഞാനൊന്നും അല്ല. നിങ്ങളുടെ നാവിന് എത്രത്തോളം നീളമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കിടന്ന് ഉരുളണ്ട. അയാളായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അയാൾ എന്തിനാ ഇവളെ പറഞ്ഞു വിടുന്നേ? എന്താടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയാളൊരു മൂർഖനാമേ. എവിടെ ആരെയും പറഞ്ഞു വിട്ടളേ? അങ്ങനെയാണെങ്കിലേ നോവിച്ചു വിടണം അവനെയൊക്കെ. ലോഹ്യം കൂടാൻ വന്നിരിക്കുക. എന്തോ ദുരന്തം മുന്നിൽ കണ്ടിട്ട്. പോയിക്കോ. എന്നാലും ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനൊന്നും പെരുമാറുമെന്ന് കരുതിയതേ ഇല്ല. ആ, എന്റെ കാർത്തു ഇവളും അവിടെ വന്ന് നിന്നായിരുന്നല്ലോ, സ്വന്തം കുടുംബത്തില്. ഇവള് അന്യൊന്നുമല്ലല്ലോ. തറവാട് ഭാഗം വെച്ചപ്പോ എല്ലാം നിങ്ങളുടെ പേരിൽ എഴുതി തന്നാളല്ലേ. അങ്ങനെ ചെയ്യാൻ ഞാൻ തന്നെ പറഞ്ഞത്. എന്നിട്ട് ആ വീട്ടില് സ്വസ്ഥമായിട്ട് ഇവക്കും കാർത്തൂനും വന്ന് കഴിയാൻ പറ്റിയോ? ഇനി ഇവിടോട്ടോ കാർത്തൂന്റെ വീട്ടിലോട്ടോ വന്നേക്കരുത്. എന്നാലും ഇങ്ങനെ പോവേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് സുശീലേട്ടനോട് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ എന്നെ ആട്ടി വിട്ടിരിക്കുന്നത്. ആ, അനിയത്തിയും ഭർത്താവും മാത്രമല്ല, ഇവന്റെ അമ്മയും. എന്നെ എന്തിനാ ഒഴിവാക്കുന്നത്? പിന്നെ അവൻ ഇത് കേട്ട ഒടുക്കത്തെ വിഷമമായിരിക്കും. ഒന്ന് പോടി. ഇതൊക്കെ നിത്യേന അവൻ ആരുടെയെങ്കിലും വായിന്ന് കേൾക്കുന്നതല്ലേ. എടി, നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോ മനസ്സിൽ തട്ടു. ശരി, എങ്കിൽ ഞാൻ പോവാടി പവിത്രേ. ഓ, അതെ, പോകുമ്പോ കണ്ണേട്ടൻ പറഞ്ഞ പോലെ കാർത്തൂന്റെ വീട്ടിൽ കയറണ്ട. കടയിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അയ്യോ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇനി നിന്റെ കടയിൽ കയറി ആ ഉണക്ക പലഹാരം കഴിക്കാൻ ഞാൻ നിക്കുന്നില്ലേ. എന്നാ പിന്നെ വിട്ടുപോയോ? ഇത്തരക്കാരെ അങ്ങനെ തന്നെ വിടണം. നിനക്ക് വിഷമമുണ്ടോ പവിത്രേ? എനിക്കൊരു വിഷമമില്ലമ്മേ. എനിക്കറിയാം എന്റെ ചേച്ചിയെ. എന്നാലും അവരെന്തിനായിരിക്കും ഇങ്ങനെ വരുന്നത്? ആ അരുണേ, അവരിങ്ങോട്ട് വന്നില്ലല്ലോ. ആ പത്നി ഇല്ല. എന്താണ് ഏട്ടാ? അല്ല, അവിടെ വന്നിരുന്നു ബന്ധം കൂടെ. അതിനിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സംശയം തോന്നിയുണ്ടോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ? ഞാനിവിടെ ഉള്ളതുകൊണ്ട് വരില്ല. അല്ല, ഡോക്ടർ ജീവൻ ഇവിടെ വന്ന് എല്ലാരെയും ശ്വാസം മുടിച്ചു. അതിനിടയ്ക്ക് പത്മിനിയും വന്നു, ഇന്നും വന്നു. അതിനകത്തൊക്കെ എന്തൊരു കുഴപ്പമുണ്ടല്ലോ അരുണേ. അങ്ങനെയും സംശയിക്കാം. മിക്കവാറും ജീവൻ പറഞ്ഞിട്ടായിരിക്കും അവരിവിടെ വരുന്നത്. ആ, കാർത്തുമോള് അനാഥയാണെന്ന് അയാളോട് പറഞ്ഞത് അവരാകാനാണ് സാധ്യത. പിന്നെ പഴയ ചരിത്രമൊക്കെ അവർക്കറിയാലോ. കാർത്തൂനെ ഞാൻ കൊണ്ടുവന്ന കാലം മുതലുള്ള സംഭവങ്ങള്. കാർത്തു സ്വന്തം മകളാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഡോക്ടർ ജീവൻ നടക്കുന്നത്. സാഹചര്യം അയാൾ അതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇനി അത് പ്രൂവ് ചെയ്യാനായിരിക്കും അയാൾ ശ്രമിക്കുക. അതിനെങ്ങനെ പറ്റുമല്ലേ? നിസ്സാരമല്ലേ, ഒരു മുടിനാര് മതി കണ്ണേട്ട ഇതൊക്കെ തെളിയിക്കാൻ. മഞ്ജു എടുത്തി മകളാണെന്ന് തെളിയിക്കുമെന്ന് വെല്ലുവിളിയോടെ അയാൾ പറഞ്ഞിരുന്നല്ലോ. പിന്നെ അതേ ആള് തന്നെ മഞ്ജു എടുത്തി മകളല്ലാന്ന് സമ്മതിക്കുകയും ചെയ്തു. അതയാള് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത് കാണും. അങ്ങനെങ്കിൽ പത്മിനി ഇനി വരുമ്പോ അവരെ വീട്ടിനകത്തോട്ട് കയറ്റരുത്. അതുപോലെ അരുണരുടെ കുടുംബത്തോട്ട് കാർത്തൂനെ കൊണ്ടുപോകുമ്പോഴും സൂക്ഷിക്കണം. ഞങ്ങൾ അങ്ങോട്ട് പോവാ കണ്ണേട്ടാ, എന്റെ തറവാട്ടിലോട്ട്. അയ്യോ, കാർത്തൂനെ കൊണ്ട് അങ്ങോട്ട് അധികം പോകാതിരിക്കുക അരുണേ നല്ലത്. കാർത്തൂന്റെ നിർബന്ധം കൊണ്ടാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇനി പോവില്ല എന്ന് പറയാൻ പറ്റില്ല. ജീവൻ കാർത്തു സ്വന്തം മോളാണെന്ന് അറിയാനുള്ള അവസ്ഥ എന്താണെന്ന് അരുണിന് അറിയാവുന്നതല്ലേ. പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. എനിക്കറിയാൻ കണ്ണേട്ടാ, പക്ഷെ അയാളുടെ കാര്യം അറിയാലോ. ഒരു കാര്യം ആഗ്രഹിച്ച നടന്നു കണ്ടില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. ഞാൻ പോവണ്ടെന്ന് പറഞ്ഞാൽ പോവില്ല, പക്ഷെ പിന്നീട് അത് അയാളുടെ മുഖത്ത് കാണാം. ആ, അതുറപ്പാ. എനിക്കറിയാവുന്നല്ലേ മോളുടെ സ്വഭാവം. ഞാനും അതുകൊണ്ട് മോളെന്തെങ്കിലും തറപ്പിച്ച് പറഞ്ഞാ അങ്ങ് നടത്തി കൊടുക്കാറാ പതിവ്. ഒന്നാമത് അധികം ആഗ്രഹമൊന്നും ഉള്ള കൂട്ടത്തിലല്ല, വല്ലപ്പോഴും കൂടിയാ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോ എങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കുന്നേ? ആ, അതാണ് എന്റെയും പ്രശ്നം. പിന്നെ ഏടത്തി നോർമൽ അല്ലാത്തോണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത്തിരി പാചകം ഉണ്ടെന്നേ ഉള്ളൂ, നന്നായിട്ട് പണിയൊക്കെ ചെയ്യും. ആഹാരം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് എന്തായാലും വീട്ടിനകത്ത് ഒരാൾ വേണ്ടേ? ഞാനത് അമ്മയെ ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞ്. വേണ്ടടാ,
അമ്മ അവിടെ മനസ്സമാധാനത്തോടെ നിൽക്കല്ലേ. അമ്മ ഇവിടെ വന്ന് മഞ്ജുവിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വെറുതെ വിഷമിക്കണ്ട. പിന്നെ മിക്ക സമയത്തും ഞാനുണ്ടല്ലോ. ഓ വയറിഞ്ഞറിഞ്ഞോ? ഓ മോളെ അമ്മ ഓർക്കാം. പാവോ ഇത് കുടിക്കുമോളെ. വേണ്ട ചേച്ചി. മോക്ക് വേണോ? ആ ഇനിയുണ്ടോ? ഭാവിക്ക് കൊടുക്കാം. അയ്യോ അത് വേണ്ട, താഴെ പോവും. മാവ് കുടിച്ചു എങ്ങനെയാ താഴെ പോന്നേ? ബാവ പാല് കുടിക്കുന്ന പ്രായമല്ലേ മോളെ, ആ സമയത്ത് ഇതൊക്കെ കൊടുക്കാമോ? അതെ, നൂലുകെട്ട് കഴിയാത്ത കൊച്ചല്ലേ. ആ അത് ശരിയാ. സോറി ട്ടോ. മോള് വലുതായിട്ട് തരാട്ടോ. എന്റെ മോളെ ഇതുപോലെ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സ നടത്ത്. ഇനിയിപ്പൊ മോക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് ഇത് ഞാനങ്ങ് കുടിക്കാം. ഞാൻ പറഞ്ഞല്ലോ മോളെ, അന്ന് ഞാൻ അവിടെ വന്നപ്പോ മോളുടെ മുടി ഒന്ന് ചീകി ഒതുക്കാനേ പറ്റിയില്ല. ആകെ ജട പിടിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും എനിക്ക് സാറിന്റെ അമ്മ മുടി ചീകി തരാറുണ്ടല്ലോ. ഓ, കണ്ണ് കാണാൻ വയ്യാത്ത ഇവിടുത്തെ അമ്മ മുടി ചീകിയാലെങ്ങാനും ജട മാറുവോ? ദേ കണ്ടോ, എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുക. ഞാനൊന്ന് ചീകി ഒതുക്കി തരാം. ഇപ്പൊ വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. എനിക്ക് മോളുടെ തലമുടി ഒന്ന് ചീകി മോളെ ഒന്ന് സ്നേഹിച്ചില്ലെങ്കിൽ വിഷമോ? ഉള്ളത് പറയാലോ, ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തോണ്ട് മോളായിട്ട് കണ്ടത് കാർത്തുമോളെയാ. പിന്നെ ഇടയ്ക്കെന്റെ കെട്ടിയോന്റെ കൊള്ളരുതായ്മ കൊണ്ട് പലത് സംഭവിച്ചു. അതിനുശേഷം ഞാൻ ഒരുപാട് കരഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ അകത്ത് പോയി ചീപ്പ് എടുത്തോണ്ട് വരാം. ഒച്ചണ്ടാക്കല്ലേ, മോളുറങ്ങ. ഒച്ചേട്ടാലേ മോളങ്ങ് ഉണരും, പിന്നെ കരച്ചില്ല. കേട്ടോ. അതിങ്ങതാ ഞാൻ വാവയുടെ മുടി ചെയ്യട്ടെ. അയ്യോ, വാവ ഈ ചീപ്പ് കൊണ്ടൊക്കെ ചെയ്യാലേ, അതിന്റെ തല മുറിയില്ലേ? നീ ചുമ്മാടി ചീപ്പാടി. ഓ ആ ഇപ്പഴാ ശരിയായത്. അമ്മ വേദനിക്കാതെ പതുക്കെ ചെയ്യാട്ടോ, കരയല്ലേ. മതി മോളെ ചെയ്യത്, ആ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട്. മോളാ ചീപ്പിങ് തന്നെ, ആ ചീപ്പിങ് താ. മോളെ നീങ്ങിയിരിക്കും. എന്റെ മുടി ചെയ്യണ്ട പപ്പേച്ചി. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഇച്ചിരി നീങ്ങിയിരിക്കും. അതെ, എന്താ ഇത്? എന്തിനാ കാർത്തൂന് മുടി ചെയ്യാൻ പോകുന്നത്? അയ്യോ, കാർത്തൂന്റെ മുടി മുഴുവൻ ജട കയറിയിരിക്കുവാണല്ലോ. ജടയൊന്നുമില്ല, കാർത്തൂന്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയരുത് സാറേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്. അയാൾ അവിടെ വന്നോട്ടെ, ഇവിടെ വരരുതെന്ന് ഞങ്ങൾ പറഞ്ഞോളൂ. ഇവിടെ വരുമ്പോ അയാളെ ആട്ടിപ്പായച്ച അയാളെ മഞ്ജു എടുത്തേക്ക് ഇപ്പൊ ചെയ്യുന്ന സഹായങ്ങളൊക്കെ വേണ്ടാന്ന് തീരുമാനിച്ചാലോ? അങ്ങനെയൊന്നും അയാൾ തീരുമാനിക്കില്ല. വിളിക്കാതെ വിരുന്നുകാരനായിട്ട് പോകുന്ന ഒരുത്തന്. അതുകൊണ്ട് ഇനിയിപ്പൊ താൻ പറഞ്ഞില്ലെങ്കിലും അയാൾ അവിടെ എത്തും, ഏട്ടത്തേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും.
അത് ശരിയാ മോളെ. ഒരു കാര്യം ഞാൻ അമ്മയോടും സാറിനോടും തറപ്പിച്ചു പറയാം. ഡോക്ടർ ജീവനെ വെറുപ്പിച്ച അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാവാൻ പോകുന്നത് സാറിന്റെ ഏട്ടത്തിക്കും ഏട്ടനും തന്നെയാ. പിന്നീട് അവർ അതിന്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അയാൾ ഇതുവരെ എനിക്കും മഞ്ജു ഏട്ടത്തിക്കും ദോഷമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾ ഇനി ഇങ്ങോട്ട് വന്നാ ഞാൻ ഇനി അമ്മയും സാറും പറയുന്ന പോലെ മുഖം തിരിച്ചു പോവാനൊന്നും പോകുന്നില്ല. അപ്പൊ അപ്പച്ചിയും മുത്തച്ഛനെയും താൻ ഓർക്കുന്നില്ലേ? സാറിന്റെ അപ്പച്ചയുടെ സ്വന്തം മകളാണ് മഞ്ജു ഏട്ടത്തി. ആ മകൾ ഇപ്പൊ സമനില തെറ്റി പിച്ചും പെയ്യും പറയുവാ. അങ്ങനെയുള്ളപ്പോ പകയും ശത്രുതയൊന്നും ഉള്ളിൽ വെച്ചോണ്ട് നടക്കുകയല്ല വേണ്ടത്. എത്രയും വേഗം ഏട്ടത്തിയുടെ രോഗം മാറണം. അതിന് ഡോക്ടർ ജീവനെ കൊണ്ട് കഴിയുമെങ്കിൽ തൽക്കാലത്തേക്ക് അയാൾ ചെയ്തതൊക്കെ മറക്കണം. ഏട്ടത്തിയുടെ കാര്യം വിട്. അനന്തുവേട്ടന്റെ സങ്കടം സാറ് കണ്ടതല്ലേ? എത്ര നാൾ അനന്തുവേട്ടന് ഇതൊക്കെ സഹിക്കാൻ പറ്റും? കാര്യങ്ങൾ പരിധി വിട്ട് പോകുമ്പോ അമ്മയും സാറും തന്നെ പറയും ഡോക്ടർ ജീവന്റെ സഹായം വേണമെന്ന്. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ആ സമയത്ത് ചിലപ്പോ അയാൾ നമ്മുടെ വാക്ക് കേട്ടെന്ന് വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അയാളെ ആട്ടി ഓടിക്കരുത്. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി പോയല്ലോ മോനെ നമ്മള്. ഇനി ജീവനെ വെറുപ്പിച്ച അത് മനഃപൂർവ്വം ഏട്ടത്തിയുടെ അസുഖം മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെന്നേ അനന്തേട്ടൻ പറയൂ. എന്നാ പിന്നെ ദേവി അറിയാതെ അയാള് മഞ്ജുവിനെയും കാർത്തൂനെയും ഒക്കെ കണ്ടോട്ടെ. ഏട്ടത്തിയെ കണ്ടാ മതി, കാർത്തൂനെ കാണണ്ട. അറിയാലോ എന്റെ ഭാര്യയുടെ സ്വഭാവം. 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ കാർത്തു കുറച്ചുകൂടി അയാളോട്ട് അടുക്കും. അവസാനം ഒരു അച്ഛൻ മകൾ ബന്ധം അവർക്കിടയിൽ ഉടലെടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനൊരു അവസ്ഥയില് അയാൾ കഴിഞ്ഞതൊക്കെ കാർത്തൂനോട് പറഞ്ഞാലോ? പിന്നെ സ്വന്തം അച്ഛൻ എത്ര തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞാലും കാർത്തു രഹസ്യമായിട്ട് അയാളെ കാണും. അതാ എന്റെയും കണ്ണേട്ടനൊക്കെ ഭയം. കുറച്ചു ദിവസമായി അരുണിന്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട്. നാളെ അവിടെ വരെ പോയി കാർത്തൂനെ ഒന്ന് കാണണം. കാർത്തൂനെ അരുണിനെയും ലതികേട്ടത്തേക്ക് കാണാൻ പോകുന്നത് നല്ലതന്നെ. പക്ഷേ ഇപ്പൊ അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പൊ കുഴപ്പം നമ്മുടെ മോൾക്കാ. സമനില തെറ്റിയ അവസ്ഥയിൽ അവളിപ്പോ. എന്നിട്ട് അവളെ കാണാനോ അതിനൊരു പരിഹാരം കാണാനോ താൻ പോകുന്നില്ല. നല്ലൊരു ഡോക്ടറെ അവളെ കൊണ്ടുപോയി കാണിക്കണമെന്ന് ഞാൻ അനന്തുവിനോട് പറഞ്ഞിരുന്നു. എന്നാ അവൻ കൊണ്ടുപോവാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയാ. ഇപ്പോഴത്തെ അവസ്ഥയിലെ അവളെ പിടിച്ചു കിട്ടേ കൊണ്ടുപോകാൻ പറ്റും. അതല്ല ഇവിടുത്തെ വിഷയം. കാർത്തൂനോട് കാണിക്കുന്നതിന്റെ 4-1 സ്നേഹം പോലും താനിപ്പം മഞ്ജുവിനോട് കാണിക്കുന്നില്ല. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാർത്തൂനെ അരുൺ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് മക്കളെന്ന് പറഞ്ഞാൽ തനിക്ക് ജീവനായിരുന്നു. ആ സമയത്തൊക്കെ മഞ്ജുവിന്റെ ഒരു ചെറിയ സങ്കടം അവളെക്കാൾ തളർത്തുന്നത് തന്നെ. ഒരിക്കലും നടക്കാത്ത ആഗ്രഹം. ഏതായാലും മാമിയുടെ മോൾക്കൊരു ജോലിക്കാരിയെ വേണം. ഇനിയുള്ള കാലം മാമിക്ക് അങ്ങനെ ജീവിക്കാം. കണ്ട സ്ഥിതിക്ക് പറയുക, അവൾക്കൊപ്പം കഴിയുന്നതിലും നല്ലത് എന്നെപ്പോലെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് കഴിയുന്നതാ. അതാവുമ്പോ 3 നേരം ഭക്ഷണവും കിട്ടും, അത്യാവശ്യം കാശും കിട്ടും. ഇവിടെ എല്ലുമുറിയ മാമി പണി ചെയ്താലും ആട്ടും തുപ്പും അല്ലാതെ ഒരു നല്ല വാക്ക് അവള് പറയില്ല. അതങ്ങനെ ഒരു ഇനമായിപ്പോയി. അല്ലെങ്കിൽ മാമിയും മാമനും കൂടി അവളെ അങ്ങനെ വളർത്തി വഷളാക്കി.
എന്തിനാടി ഇങ്ങോട്ട് വന്നത്? ചേച്ചിയെ ഒന്ന് കാണാനായിട്ട് വന്നതാ. കടയിൽ ചെന്നപ്പോ അവിടെ കണ്ണനും പവിത്രയും ഒക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണെന്നറിഞ്ഞു. ഓ, ഒറ്റയ്ക്കിരിക്കുന്നതന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വന്നതായിരിക്കും. അങ്ങനൊന്നും പറയല്ലേ ചേച്ചി. ആപത്ത് സമയത്ത് ആരാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഹ്, എവിടെ മനസ്സിലാക്ക? അത് ഈ ജന്മം നീയൊന്നും മനസ്സിലാക്കത്തില്ല. എങ്ങനെയുണ്ട് അവിടെ കുട്ടി? അവളെ പോലെ തന്നെ വലിയ വായിലും നിലവിളിക്കുന്ന കുട്ടിയായിരിക്കും. അയ്യോ, അതൊരു പാവം കൊച്ചാ. വലിയ കരച്ചിലൊന്നുമില്ല. ദീപന്റെ സ്വഭാവാ. ആ സ്വഭാവം നീയും നിന്റെ മോളും കൂടെ മാറ്റുമല്ലോ. ഇനി അങ്ങനൊന്നും ഉണ്ടാകത്തില്ല ചേച്ചി. ഞാനിനി ആരെയും ദ്രോഹിക്കില്ല. അല്ല, എന്തിനാ എന്നെ കാണാൻ വന്നത്? അത് കണ്ണനോടും പവിത്രയോടും പറഞ്ഞു ആ ദീപനെ ഒന്ന് വിളിക്കാൻ. എങ്ങനെയെങ്കിലും അവൻ വന്നേ പറ്റൂ. അവൻ വരുന്ന എന്തിനാ? നിന്റെ മോളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അവൻ ആയുസ് തീരുന്നതിന് മുമ്പേ മരിക്കും. ഇല്ലെങ്കിൽ അവള് കൊല്ലും. ദീപന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാത്തോണ്ടാ. അവന്റെ അടുത്ത് അവളുടെ ഒരു പണിയും നടക്കില്ല. ഡേ, നീ കണ്ടായിരുന്നോ എന്റെ കുഞ്ഞിനെ? പറയടേ, മേശ തുടയ്ക്കാൻ നിൽക്കുന്ന എന്റെ ഉണ്ണിയെ നീ കണ്ടായിരുന്നോന്ന്? വരുന്ന വഴിക്ക് കണ്ടായിരുന്നു ചേച്ചി. സൈക്കിളിലൊരു ചാക്കുകെട്ടൊക്കെ വെച്ച് കണ്ടപ്പോ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. ആരുടെ? നിന്റെയോ? അതിന് നിനക്ക് നെഞ്ചുണ്ടോടി? അവസാന നാളുകളിൽ ഞാൻ ഉണ്ണിയോട് നന്നായിട്ടാ പെരുമാറിയിട്ടുള്ളത്. അവനൊപ്പാ നിന്നിട്ടുള്ളത്. അതെ, നിന്റെ മോള് നിന്നെ അവിടെ ഇട്ട് തൂത്തു തുടച്ചപ്പോ. ഇപ്പോഴും നീ ദീപം വരാൻ പറയുന്നത് നിനക്ക് നിന്റെ മോളുടെ കയ്യിൽ നിന്ന് അടിയും തൊഴിയും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? എനിക്കറിയാം അവളുടെ സ്വഭാവം. സ്വന്തം അമ്മയുടെ പോലും കരണക്കുറ്റിക്കിട്ട് തല്ലുന്നവളാ. അത് 100% സത്യ. അവളെ ജനിപ്പിച്ച നീ തന്നെ അവളെ കൊല്ലണം. അപ്പച്ചി അപ്പച്ചി എന്നും പറഞ്ഞ് എന്നെ ചുറ്റിപ്പിടിച്ച് കൂടിയപ്പോ ഞാൻ അവളെ സ്നേഹിച്ചു കൊന്നു. പൊന്നാണെന്ന് കരുതി കൈ പിടിച്ചു കയറ്റി. എന്നിട്ട് എന്നെ തൊഴുത്തി കിടത്തി. അതിനവക്ക് തൊഴി കിട്ടും ഇനി അങ്ങോട്ട്. അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവള് വളർത്തട്ടെ. ഇനിയിപ്പോ ആ ചിട്ടിക്കമ്പനി കൊണ്ടിട്ടിരിക്കുന്ന പണവും സ്വർണവും മാത്രമേ ഉള്ളൂ ജീവിക്കാൻ. അതോടെ പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അവള് പൈസയുടെ വില അറിയും. മനുഷ്യന്റെ കഷ്ടപ്പാട് അവക്ക് മനസ്സിലാവും. ആ നേരത്തെ ജീവിക്കാൻ വയ്യെങ്കിൽ വീടിന്റെ മുന്നിലൊരു പുഴയൊഴുകുന്നുണ്ടല്ലോ, അതില് കുഞ്ഞിനെയും കൊണ്ട് അവള് ചാടുകയും ചെയ്യും. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ ചേച്ചി. സംഭവിക്കാൻ പോകുന്ന കാര്യ ഞാൻ ഈ പറഞ്ഞത്. ദേ, ലോഹ്യം കൂടാനാണെങ്കിലും അല്ലെങ്കിലും ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. എനിക്ക് നിന്നെ നിന്റെ മോളെ കാണുകയേ വേണ്ട. കുഞ്ഞിനെ ഒന്ന് കാണാൻ ചേച്ചി വരുവോ? ഏത് കുഞ്ഞിനെ? എന്റെ മോന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ, വല്ലവന്റെ കുഞ്ഞല്ലേ. അതിനെ ഞാനെന്തിനാ കാണുന്നേ? പൊക്കോണോ ഇവിടുന്ന്? എന്തേലും കൊച്ചു വർത്താനം പറയാന്ന് കരുതിയാ വന്നത്. കൊച്ചും വേണ്ട വലുതും വേണ്ട, പോയാ മതി. നിന്റെ ഒന്നും നിഴല് കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. മനുഷ്യ പറ്റിയുള്ള കുറെ ആൾക്കാരുടെ കൂടെ ഞാൻ ഇവിടെ താമസിക്കുന്നത്. അതിനിടയ്ക്ക് കണ്ണി ചോരയില്ലാത്ത നിന്നെ പോലുള്ള അവളുമാരെ എനിക്ക് കാണണ്ട. പൊക്കോ പൊക്കോ. ഞാൻ ആർക്കും ഒരു ശല്യത്തിനും പോവില്ല. പക്ഷേ എന്റെ മകളെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ കണ്ടേ പറ്റൂ. ഏതായാലും ഞാൻ വൈകുന്നേരം ക്ലബിലേക്ക് വരാം. ഇന്നൊരു പാർട്ടിയുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം. ശരി. മോളെ കാണാനാ വന്നത്. എന്തേ കാണിക്കുന്നേ? എന്ത് പണിയോടോ കാണിക്കുന്നേ? വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറുന്നോ? ഇത് അരുണിന്റെ ഭാര്യയാണെങ്കിൽ ഇവളെന്റെ മകളാ.
മകളോ? ആരാ നിന്റെ മകള്? എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നു. പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്റെ മോള് സത്യം അറിയട്ടെ. ഈ നിൽക്കുന്നത് എന്റെ മകളാണ്. എന്റെ ചോരയിൽ ദേവയ്ക്ക് ജനിച്ച മകൾ. അപ്പച്ചി, എന്തു പറ്റി സാറേ? എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? കാണാൻ പാടില്ലാത്തൊരു സ്വപ്നം കണ്ടു. അപ്പച്ചി അയാളെ വെടിവെച്ച് കൊല്ലുന്നത്, ആ ജീവനെ. സാറിപ്പോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ആ ഡോക്ടർ ജീവനെ പറ്റിയാ. അതുകൊണ്ടാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ വരുന്നത്. താൻ പറഞ്ഞ നേരാ, അയാൾ ഇനിയും വരും. ആ നേരത്തെ ചിലപ്പോ അപ്പച്ചിയായിട്ട് മുഖാമുഖം കണ്ടെന്നും വരും. അന്ന് സ്വപ്നം സത്യാവുന്ന എന്റെ പേടി. നമ്മൾ അമിതമായിട്ട് ഒന്നിനെ പറ്റി ചിന്തിച്ചാല് അത് അതേപടി നടക്കും. എന്നിട്ടാണോ താൻ അയാളെ ഒഴിവാക്കാത്തെ? ഞാൻ അങ്ങനെ അധികം സ്വപ്നം കാണുന്ന കൂട്ടത്തിലൊന്നും അല്ല. കാണുന്ന സ്വപ്നം നടക്കുമെന്നും അറിയാം. ഞാൻ ഏതായാലും ഓവർ ടെൻഷനിലെ കാർത്തു. അത് ഒഴിവാക്കേണ്ടത് തന്റെ കടമയാ. പക്ഷെ ഇപ്പോഴും താൻ അതിന് മുതിരുന്നില്ല. അതാ എന്റെ പരാതി. അയാളോട് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് ഇനി അധികം വരരുതെന്ന്. അതുകൊണ്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ഇനമൊന്നും അല്ല അയാള്. പറഞ്ഞോണ്ട് കൂടുതൽ വരും. അതിൽ നിന്നും മനസ്സിലാക്കണം അവന്റെ ഉള്ളിൽ ചതിയുണ്ടെന്ന്. പക്ഷെ താനത് മനസ്സിലാക്കുന്നില്ല. അതാ എന്നെ കൂടുതൽ അലട്ടുന്നത്. അയാൾ ഇവിടെ വരുന്ന അപ്പച്ചി കണ്ട പ്രശ്നമാ. അതുകൊണ്ട് അവർ തമ്മിൽ കാണരുത്. അയാളെ അധികം പകച്ച ഏട്ടത്തിയുടെ കാര്യം കഷ്ടത്തിലാവും സാറ്. ഇപ്പോഴും താൻ അവിടെ തന്നെ നിൽക്കല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് മാറാൻ ഉദ്ദേശമില്ല. ഞാൻ ഇതുവരെ തന്നോട് ചൂടായിട്ടില്ല. മുഖം കറുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. അതിനുള്ള അവസര താനായിട്ടുണ്ടാക്കുന്നത്. താൻ പറഞ്ഞ നേരം എന്റെ മനസ്സിൽ ഇപ്പൊ ആ ചിന്ത മാത്രമേ ഉള്ളൂ, അയാളെ കുറിച്ചുള്ള ചിന്തകള്. അതൊരു ഭയമായിട്ട് ഉള്ളിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല, തന്റെ സ്വഭാവവും എന്നെ ഇപ്പൊ അലട്ടുന്നുണ്ട്. അങ്ങനൊന്നും പറയണ്ട പപ്പ. മോൾ ഒരിക്കലും നമ്മളെന്നും വിട്ടുപോകില്ല. തമാശയായി പറഞ്ഞതാണോ അതോ കാര്യമാണോ? കുറച്ചൊക്കെ കാര്യമുണ്ട്. പിന്നെ കാര്യം കേട്ടോണേട്ടാ. ഇന്നലെ രാത്രിയില് ഒരാള് ഭയങ്കര സ്വപ്നം കാണലായിരുന്നു. ഞെട്ടി ഉണർന്ന ശേഷം പിന്നെ ഉറങ്ങിയിട്ടില്ല. ആ ഡോക്ടർ ജീവനെ അപ്പച്ചി വെടി വെച്ചു കൊന്നൊക്കെയാ സ്വപ്നം കണ്ടത്. അതേപറ്റിയാ മോളെ സംസാരിച്ചോണ്ടിരുന്നേ. അയാള് നമ്മുടെ ശത്രുവാ. അതാ ഈ സ്വപ്നത്തിലേക്ക് നീ കാണിച്ചോണ്ടിരിക്കുന്നേ. അതുകൊണ്ട് മോളെപ്പോഴും അകന്നു തന്നെ നിൽക്കണം. ഞാൻ അടുക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാലോ. മഞ്ജുവടുത്തിയുടെ അവസ്ഥ അത്രയ്ക്കും ദയനീയമാണ്. അതേ നേട്ടത്തെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഡോക്ടർ ജീവനെ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും അയാളോട് കുറച്ച് അനുനയത്തിൽ പെരുമാറണം. ഏതായാലും ഇനി താൻ എടുത്തേ കാണാൻ അങ്ങോട്ട് പോകണ്ട. ഓ, അങ്ങനെ കാര്യം നടന്നു. ഇതുവരെ നടന്നിട്ടില്ല. എനിക്ക് 5000 കൂടി തന്നാലേ നടക്കൂ. എന്റെ പാപ്പര് നിനക്കെന്തിനടി കാശ്? ഒഴുങ്ങി തിന്ന മര്യാദയ്ക്ക് കാശുതാ. ഓ, ഒഴുങ്ങി തിന്ന്. 2000 ഉലുവയോ? 5000 എന്ന് പറഞ്ഞ 5000 തരണം. അയ്യോ പാപ്പിനി, ഇത് മൊത്തം 2000 നോട്ടുകളാ. അത് 5000 ആക്കി തരാൻ പറ്റൂല. ഒന്നുകിൽ 2000, അതല്ലെങ്കിൽ 4000. ആര് പറഞ്ഞു തരാൻ പറ്റില്ലെന്ന്? 15000 അല്ലേ ആദ്യം തന്നത്? അതിൽ 1000 കാണുമല്ലോ. ഓ, ചിലക്കണ്ട, അങ്ങ് തന്നേക്കാം. കഴിഞ്ഞല്ലോ. ഒരു ഉടമ്പടി ഉണ്ടാക്കിയാലേ അത് അതേപടി നടത്തണം. അത് ഭാര്യയായാലും ഭർത്താവായാലും ശരി. ഉടമ്പടി. അയാൾ ആ മുടി എന്തിനു കൊണ്ടായാലും അത് നടക്കാതെ വന്നാ മതിയായിരുന്നു.
എങ്കിലെ അടുത്ത ആളിന്റെ മുടി അന്വേഷിച്ച് അയാൾ വരും. അങ്ങനെ മാസാമാസം വന്നാ എന്റെ വട്ട ചെലവ് അങ്ങ് നടക്കും. ദൈവമേ, ഇതുപോലുണ്ടല്ലോ മണ്ടന്മാര് ഭൂമിയില്. അപ്പൊ നമ്മുടെ സ്വർണ്ണം പണമൊക്കെ നഷ്ടപ്പെടുവോ? ഇനി നഷ്ടപ്പെടാതെ ആ സ്ഥാപനത്തിന്റെ മുമ്പില് ആൾക്കാർ ബഹളം വെക്കുക. അതിന്റെ വാർത്ത മുഴുവൻ മൊബൈലിലുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റൂ. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ല മോളെ. അതുള്ളോണ്ടാ ഞാൻ ഇതുവരെ സമാധാനത്തോടെ കഴിഞ്ഞത്. എന്റെ സ്വർണ്ണം പണവും കിട്ടിയില്ലെങ്കിൽ ഒരു മുഴുവൻ കയറിൽ തീരുന്നതാ നല്ലത്. ഇത് വല്ലാത്ത അടിയായിപ്പോയല്ലോ മോളെ. ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ബാങ്കിൽ കൊണ്ടുപോയി എല്ലാം വെച്ചാ മതിയെന്ന്. ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇരട്ടി പലിശ കിട്ടുന്നതുകൊണ്ടാ എല്ലാം അവിടെ വെച്ചത്. എല്ലാം കൂടി ഒരു 1.5 കോടിക്ക് അടുത്ത് വരും. അത് ഒറ്റയടിക്ക് പോയത്. ആ ചിട്ടിക്കമ്പനിയുടെ മുതലാളി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടത്തില്ലയോ? അയാള് പാപ്പനായെങ്കിൽ പിന്നെ എവിടെ നിന്ന് കിട്ടാനാ? ഈ വാർത്ത വന്നത് മുതല് എന്റെ ശരീരം തളരുവാ. കുഞ്ഞു ജനിച്ചിട്ടും നല്ല കാലം വരുന്നില്ലല്ലോ മോളെ. അതിനി കുഞ്ഞിനെ കുറ്റം പറയുന്നു വേണ്ട. സമനില തെറ്റിയ ഒരാൾ നടപ്പുണ്ടല്ലോ, അയാളാ എല്ലാത്തിനും കാരണം. കൂടുതൽ മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയോ എല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചത്. അങ്ങേര് ചിട്ടി നടത്തിയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശ വാങ്ങിച്ചും ആധാരം തട്ടിയെടുത്തും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കാ മോളെ. പക്ഷെ ഇപ്പോ എല്ലാത്തിന്റെയും ഫലം അനുഭവിക്കാൻ പോകുന്നത് ഞാനും എന്റെ കുഞ്ഞുവാ. ഏതായാലും കണ്ടത് നന്നായി സാറേ. ആരോട് എന്തു പറയണോന്നറിയാതെ നെട്ടോട്ട് ഓടുമായിരുന്നു ഞാൻ. ഒന്ന് സഹായിക്കണം സാറേ. എന്തു പറ്റി? വിജിത സ്വർണവും പണവും വെച്ചിരുന്ന ചിട്ടിക്കമ്പനി പൊളിഞ്ഞു. ഇനിയിപ്പോ ഒരു രക്ഷയില്ലെന്നാ പറയുന്നത്. അതിന്റെ മുതലാളി മുങ്ങി. നന്നായി. ആൾക്കാരെ പറ്റിച്ച് കരണുണ്ടാക്കിയ സ്വർണവും പണമല്ലേ, അത് പിന്നെ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനെയൊന്നും പറയില്ല സാറേ. ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. അത് മാത്ര ഇനി ആകെയുള്ള സമ്പാദ്യം. അവൾ ആശുപത്രി കിടന്നപ്പോഴും അവിടുന്നാണ് പലിശ എടുത്തോണ്ട് പോയത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? എടോ, ഫിനാൻസ് നടത്തിയിരുന്ന ആള് മുങ്ങി. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യ. ഇനിയിപ്പോ അയാൾ പാപ്പരായെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിടാല്ലാതെ മറ്റൊരു മാർഗമില്ല. പിന്നെ അയാളുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകിട്ടി ആൾക്കാർക്കുണ്ടായ നഷ്ടം പരിഹരിക്കണമെങ്കിൽ അത് വർഷങ്ങളെടുക്കും. അതും അവിടെ കൊടുത്ത തുകയൊന്നും കിട്ടാൻ പോകുന്നില്ല. അല്ല, ഇത്രയും പൈസയും സ്വർണമൊക്കെ നല്ല ബാങ്കിൽ കൊണ്ട് വെക്കണ്ടേ? ആരോട് പറയാനാ? സമനില തെറ്റിയ ഒരാൾ നടപ്പുണ്ടല്ലോ, അയാളോട് പറഞ്ഞു നോക്ക്. എല്ലാം ചെയ്തു വെച്ചിട്ട് അയാൾക്ക് അങ്ങനെ നടന്നാ മതി. ബാക്കിയുള്ളവരകടെ നെട്ടോട്ട് ഓടുന്നത്. വലിയൊരു തറവാടും പിന്നെ കുറച്ച് പറമ്പും പാടും ഒക്കെ ഇനിയുള്ളത്. അതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കാനാ? പറമ്പും പാടമൊക്കെ കുറേശ്ശെ വിൽക്കാൻ നോക്ക്. ഈ സമയത്തൊക്കെ അത് ആര് വാങ്ങാനാ? സാർ എങ്ങനെയെങ്കിലും ആ ദീപനോടൊന്ന് വരാൻ പറ. ഞാനല്ല, ഇയാള് പറഞ്ഞു മടുത്തു. കാർത്തു വിളിച്ചിട്ട് വരാത്ത ദീപൻ ആര് വിളിച്ചാലും വരില്ല. ഞാൻ വിളിച്ചോളാം മാമി. അവള് കുഞ്ഞിനെയും കൊണ്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എന്റെ പേടി. വായിൽ വെള്ളിക്കരണ്ടിയായിട്ടാ ജനിച്ചത്. കുഞ്ഞിന് സമയത്ത് ആഹാരം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുവോ? എനിക്കൊന്നും അറിയാൻ മേല. എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ സാറേ? ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാ? കൊടുത്തൊക്കെ ദൈവം അതേപടി തിരിച്ചെടുക്കുക. അവരവരുടെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോവാ. ആ പണത്തിന്റെ സ്വർണത്തിന്റെ ബലത്തിലാ അവര് പിടിച്ചു നിന്നത്. പിന്നെ 3.5 ഏക്കർ ഉള്ളത് ദീപേട്ടന്റെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. അതിന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. അവനെ കാണുകയാണെങ്കിൽ തിരിച്ചെഴുതി കൊടുക്കാൻ പറയാം. അങ്ങനെ പറയുന്നതിലും നല്ലത് ദീപേട്ടൻ വിജിതയും കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറയുന്നതല്ലേ? പണം അങ്ങോട്ട് കൊടുത്താലും അവൻ അതിന് സമ്മതിക്കുമെന്ന് അറിയില്ല.